ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എല്ലാം വീഡിയോസിനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അത് അവൈലബിൾ ആണ്. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അതിനെ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, മെമ്പർ ആവുക. മെമ്പർ ആയാൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടും അപ്ലോഡ് ചെയ്യണ ഉടനെ. ആൻഡ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ആൻഡ് അത് മാത്രമല്ല, ബോണസ് റീഡിങ്സും ഞാൻ മെമ്പേഴ്സിന് മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ നോൺ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അത് ആക്സസ് ഇല്ല. ആ ആക്സസ് കൂടിയും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിന്റെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജിന് കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ഓവറോൾ എനർജി കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ആണ്. ഇത് ലീബ്ര എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് 2 ഓഫ് കപ്സ്. ആൻഡ് ഇവിടെ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ എന്താണ്? രണ്ടാളുടെയും സിറ്റുവേഷനിൽ ടവർ കാണാണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ട്. ഞാൻ ഇവിടെ ടവർ പറഞ്ഞ ഒരു ഷോക്കിംഗ് ചേഞ്ച്, ഒരു റെവലേഷൻ ആയിരിക്കാം, ഒരു എൻഡിങ് ആയിരിക്കാം, അതല്ലച്ച ഒരു കൺഫെഷനും ആയിരിക്കാം. അപ്പോൾ എന്താണ് ഈ ടവർ എന്ന് നമ്മൾക്ക് ആദ്യം നോക്കാം. ടവർ സ്കോർപിയോ എനർജിയാണ്. ഈ ടവർ എന്താണ് ഇവിടെ? ജഡ്ജ്മെന്റ്. ഈ ജഡ്ജ്മെന്റ് എന്താണ്? അപ്പൊ മേജർ ആർക്കാന, 3 മേജർ ആർക്കാനാസ് ആണ് ഇവിടെ കാണുന്നത്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ, മേജർ ആർക്കാനാസ് വരുമ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സമയത്ത് വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇവിടെ അതിന്റെ മെസ്സേജ്. ഇവിടെ ഞാൻ കാണുന്നത് എന്തോ എൻഡ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. ആരോ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കുറെ മൊമെന്റം തുടങ്ങാൻ പോകുന്നുണ്ട്. പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ സ്റ്റാഗ്നന്റ് ആയിരുന്നു വെച്ചാൽ കാര്യങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. വെരി ക്വിക്ലി ഈ ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങളുടെ സൈഡിൽ ജസ്റ്റിസ് ആണ്. അപ്പൊ ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. ഇത് റീകൺസിലിയേഷന്റെ എനർജിയാണ്. ചില കേസസിൽ മാരേജിന്റെ എനർജിയാണ്. ഡിവോഴ്സിന്റെ എനർജിയും ആവാം. ആൻഡ് ഈ പേഴ്സന്റെ എനർജിയിൽ 2 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇവിടെ ലവ് ഉണ്ട് രണ്ട് സൈഡിനും. ഇവർക്കും അതന്നെ വേണ്ട. നിങ്ങളുടെ മാതിരി അവർക്ക് നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. പക്ഷെ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ ക്യാൻസർ സ്കോർപിയോ എനർജിയും കാണാണ്ട്. അപ്പൊ ഈ ജസ്റ്റിസ് എന്താണ് ഇവിടെ? നിങ്ങളുടെ എനർജിയിൽ ജസ്റ്റിസ് എന്താണ്? നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫെയർനെസ് വേണം, ബാലൻസ് വേണം. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് വെർഗോ എനർജിയാണ്. 9 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ സിംഗിൾ ആയിരുന്നു വെച്ചാൽ നിങ്ങളൊരു സഡൻലി ഒരു മനസ്സിൽ മാറ്റം വരുന്നുണ്ട്, ഒരു ചേഞ്ച് ഓഫ് മൈൻഡ്. എന്തോ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങളൊരു റീബേർത്ത് ആണ് കാണുന്നത്, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോണത്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈതർ നിങ്ങൾ റീസെന്റ് ഒരു ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടാച്ചാ മേ ബി നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യണം എന്നായിരിക്കും. അതല്ലാച്ചാ നിങ്ങൾ മേ ബി ബ്രേക്കപ്പ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ ഈ 2 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 2 ഓഫ് കപ്സ്. ഈ പേഴ്സൺ നിങ്ങളെ ആണ് മാനിഫെസ്റ്റ് ചെയ്യണത് ഈ സമയത്ത്. ഇവിടെയും റീകൺസിലിയേഷൻ എനർജി ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഓറൽസ് എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടാൾക്കും ഇവിടെ ഒരു റെന്യൂവൽ ആണ് വേണ്ടത്, ഒരു റീകൺസിലിയേഷൻ ആണ് വേണ്ടത്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ എന്താ ഉണ്ടായേ?
പാസ്റ്റിൽ ഈ സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഇത് ആദ്യം ഒരു മേജർ ആർക്കാനയാണ്, ഹാങ്ഡ് മാൻ പൈസീസ് എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു, ഇല്ല വെച്ചാൽ എന്തോ ഒരു ഇഷ്യൂ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു മൂവ്മെന്റും ഉണ്ടായില്ല, ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടായില്ല ഈ റിലേഷൻഷിപ്പിൽ. 3 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു ആൻഡ് സഡൻലി നിങ്ങൾക്ക് സഡൻലി അല്ല, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെങ്ങനെയാ പറയുക, എങ്ങനെയാ ഈ കാര്യം മുമ്പോട്ട് ഓഫർ എങ്ങനെയാ കൊടുക്കുക, അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായേ. ആൻഡ് അത് ആണ് സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങൾ കറന്റ് സിറ്റുവേഷനിൽ ഒരു സഡൻ റെവലേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് മറ്റേ പേഴ്സൺ കുറച്ച് ഷോക്ക് ആയിരിക്കും, എന്ന് വെച്ചാൽ ഇങ്ങനെ സഡൻലി അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല അത് ഇങ്ങനെ ഒരു കൺഫെഷൻ ഉണ്ടാവുമെന്ന്. പക്ഷെ രണ്ട് സൈഡിൽ നിന്നും മ്യൂച്വൽ എനർജിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഡെഫിനറ്റ്ലി ലവ് രണ്ട് സൈഡിൽ നിന്നും ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ മേ ബി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷൻ ആണ് ഇത്. നിങ്ങൾ മുമ്പ് ഒരു റിലേഷൻഷിപ്പിലായിരുന്നില്ല വെച്ചാൽ മേ ബി ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോക്കിംഗ് ഒരു എനർജിയാണ് അത്. ആൻഡ് ഇവിടെ മേ ബി നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ ആ ഡിക്ലറേഷൻ ഉണ്ട്, ഒരു ലവ് ഡിക്ലറേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങൾ ഫീൽ ചെയ്യണത് 10 ഓഫ് wands ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കൺഫെസ് ചെയ്യണം എന്നുണ്ടായിരുന്നു കുറേ സമയമായി. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസും ഉണ്ടായിരുന്നു വെച്ചാൽ മേ ബി ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സെപ്പറേഷന്റെ കാരണം നിങ്ങളും കുറെ ഹേർട്ടായിരുന്നു. നിങ്ങൾക്കും ഈ സെപ്പറേഷൻ ഇഷ്ടമായിട്ടല്ല ഈ സെപ്പറേഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ ഇവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫൈനലി ഇപ്പോൾ നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ വേണ്ട എന്നാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യണത്. ആൻഡ് നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം എന്ന്, കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം എന്നായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ഈ പേഴ്സൻ്റെ എനർജി കാപ്രിക്കോൺ എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും നിങ്ങളെ കുറേ മിസ് ചെയ്തു. ഇവിടെ ഒരു സെപ്പറേഷൻ ഇവരുടെ സൈഡിൽ നിന്നും കാണുന്നുണ്ട്. മുമ്പേ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്കും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ എന്തായിരിക്കും നിങ്ങൾ രണ്ടാളുടെയും? ഫ്യൂച്ചർ 7 ഓഫ് wands ആണ്. കിങ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ചില ബ്ലോക്കേജസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഈ ബ്ലോക്കേജസ് ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, വേറെ പാർട്ട്നേഴ്സ് ആയിരിക്കാം. മേ ബി നിങ്ങൾ രണ്ടാളും വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും, അതുമായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ബാലൻസ് ഹീലിംഗ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ഹീലിംഗ് ഉണ്ടാവുന്നുണ്ട്, ഒരു ബാലൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആൻഡ് നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വിഷ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആക്ഷൻ? നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കുക? നിങ്ങൾ ഈ പേഴ്സണെ ഓൾറെഡി സ്പൈ ചെയ്യുന്നുണ്ടാവും, അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഇല്ല വെച്ചാൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നുണ്ടാവും ഈ പേഴ്സണെ, ഓർ അയക്കാൻ പ്ലാൻ ഉണ്ടാവും. ഈ പേഴ്സൻ്റെ എനർജിയിൽ വീലാണ്. ഈ പേഴ്സൺ മേ ബി ശരിയായ സമയത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം. അവർ ആ ബിഗ് മൂവ് എടുക്കണ മുമ്പേ സമയം പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ മൂഡ്, എങ്ങനെയാണ് ഈ സമയം ശരിയാണോ, അങ്ങനെ കുറെ പ്ലാൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡിറക്ഷനിലേക്കാണ് പറയണത്. അവരുടെ ഫീലിങ്സ് ഡെഫിനറ്റ്ലി എക്സ്പ്രസ് ചെയ്യും. 3 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ സൈഡിൽ. 7 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഈ നിങ്ങളുടെ സൈഡിൽ കുറെ ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോ എവിടെയോ മേ ബി നിങ്ങൾ ഈ സെപ്പറേഷന്റെ കാരണം കുറെ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു. നിങ്ങളുടെ ഫീലിങ്സിനെ കുറെ അവോയ്ഡ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല, വർക്ക്ഔട്ട് ചെയ്തില്ല. നിങ്ങൾ തിരിച്ച് ഈ പേഴ്സന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇല്ലൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ ഔട്ട്കം ഇവിടെ എന്താണ്? ഔട്ട്കം ആണ് നൈറ്റ് ഓഫ് വാൻസ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ കുറെ ഇൻ ആൻഡ് ഔട്ടും ആയിരുന്നു. പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് അത്ര
നിങ്ങൾക്ക് വേണം എന്നുണ്ടായില്ല, ഓരൽസ് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് ഓപ്പൺ ആയി വെക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളല്ല, നിങ്ങളുടെ പേഴ്സണും ആവാം. പക്ഷെ ഇവിടെ ഏതോ ഒരു പേഴ്സൺ കമ്മിറ്റ്മെന്റ് ഫോബിക് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിയലൈസ് ചെയ്യണത് അത് ഈ സെപ്പറേഷന്റെ കാരണം നിങ്ങൾ കുറച്ചുകൂടി ക്ലോസ് ആയി. ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യാൻ തുടങ്ങി ആ മൂമെന്റ്സ് ഒക്കെ. അപ്പോ ഇവിടെ ഞാൻ ആ റിഗ്രറ്റ് ഉണ്ട് നിങ്ങൾ രണ്ടാൾക്കും, അത് ഈ സെപ്പറേഷൻ എന്തിനാ ഉണ്ടായി എന്ന്. അപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണുന്നുണ്ട്, ഫോർവേഡ് മൂവ്മെന്റ് കാണുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ടാവും. അപ്പൊ കാപ്രിക്കോൺ എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ്? ന്യൂ ലവ്, എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. അപ്പോൾ ഇത് ന്യൂ ലവ് ആണ് പറയണത്. വർത്ത് വെയിറ്റിംഗ് ഫോർ, ഡിവൈൻ ടൈമിംഗ് ഇസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അപ്പോൾ ഈ ന്യൂ ലവ് എന്ന് പറയണത് ഒരു ന്യൂ പേഴ്സൺ ആവണം എന്നില്ല, പക്ഷെ നിങ്ങളുടെ ഫീലിങ്സ് ഒരു പുതിയ എനർജി വന്നിരിക്കണു നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു റീകൺസിലിയേഷൻ, ഒരു പുതിയ സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വർത്ത് വെയിറ്റിംഗ് ഫോർ, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കണേ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മൊമെന്റിന് വേണ്ടിയിട്ട്. ആൻഡ് ഈ ഒരു ഡിലേ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലവ് ലൈഫിൽ. നിങ്ങൾ രണ്ടാളും മുമ്പേ ഒരുമിച്ച് ഉണ്ടായാലും അത് ശരിയായില്ല, വർക്ക്ഔട്ട് ചെയ്തില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ സമയം ശരിയായില്ല. ബട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തു പേഷ്യൻ്റ്ലി. ആൻഡ് ഇപ്പോൾ യൂണിവേഴ്സിനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇവിടെ എക്സ്പ്രസ് യുവർ ലവ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സും ഇവിടെ ഒരു ഗോ അഹെഡ് ആണ് പറയണത്, എക്സ്പ്രസ് യുവർ ലവ് ഓപ്പൺലി പറയണു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ ആണ്. ആൻഡ് ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയുക അത് റെസൊനേറ്റ് ചെയ്തോ ഇല്ലയെന്ന്. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.